നീ ദയവ് ചെയ്ത് എനിക്ക് നീ മെസ്സേജ് ഇടല്ലേ. നീ പോലീസ് വിളിക്കുമ്പോ നീ പോലീസിന്റെ അടുത്ത് മറുപടി അങ്ങ് പറഞ്ഞാ മതി. എന്നെ എന്നെ ഉണ്ടാക്കാൻ വരുന്ന എന്തിനടി മൈരെ? എടി റാസ്കലെ തൊട്ടീച്ചടിച്ച് വ്യഭിചാരിച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അല്പസമയം മുമ്പ് ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു വീഡിയോ കണ്ടത്. ചില വോയിസുകൾ, ആ വോയിസൊക്കെ കേട്ടപ്പോഴല്ല എന്തെന്നറിയില്ല, മനസ്സിലൊരു സന്തോഷം. പക്ഷേ ഒരുപാട് സന്തോഷം തരുന്ന വാക്കുകളൊന്നല്ല അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താ കൊടുത്ത കൊല്ലത്ത് കിട്ടുന്ന പറയില്ലേ, അതുപോലെ അങ്ങനെ കൊല്ലത്തും കിട്ടിയൊരു മുതൽ ഷഫീനത്തേക്ക് കുറച്ച് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മുതലിൻ്റെ വോയിസാണ്. ആ മുതൽ ഏതാണെന്നുള്ളത് ആ സൗണ്ട് കേട്ടാൽ മനസ്സിലാകും. ഞാൻ ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത് ഷഫീനിത്ത അത് മൊത്തത്തിലെടുത്ത് അത് യൂട്യൂബിലിടുകയും ചെയ്തു. എന്തായാലും കപടമുഖമൊക്കെ പുറത്ത് വന്നല്ലോ. ഒരാളെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞിട്ട് മാത്രമാണ് അത്രേ ഈ ഒരു ലേഡി വീഡിയോ ഇടാറ്. ഇവൾ എന്നെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൾ എന്തറിഞ്ഞിട്ട് അവൾ ഇട്ടത്? അത് പോട്ടെ, അതൊക്കെ കിട്ടിയല്ലോ. അതിനുശേഷം അവൾക്ക് താഴ്ത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിന്നീട് ഇങ്ങനെ എയറിലൊക്കെ കയറി ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് അവൾ എയറിൽ തന്നെയാണ്. ഇപ്പം ഇത് അവിടെ തന്നെ സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ്. പുണ്യം നിറഞ്ഞ വാക്കുകൾ എനിക്കൊന്ന് ഇതിലിടണം തോന്നി. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് പ്രതികരിക്കണ്ടേ? നീ മെസ്സേജ് ഇടല്ലേ. നീ പോലീസ് വിളിക്കുമ്പോ നീ പോലീസിന്റെ അടുത്ത് മറുപടി അങ്ങ് പറഞ്ഞാ മതി. ഒരു കാര്യമില്ലാതെയാണ് നീ എന്നെ ഇതിനകത്ത് വലിച്ചത്. നീ പിന്നെ അവനെ ഉപദേശിച്ചുകൊണ്ട്, കിച്ചുവിനെ ഉപദേശിച്ചുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ചേർത്ത് പിടിക്കുന്നവരൊന്നും പിന്നെ കാണത്തില്ല. അപ്പൊ ചേർത്ത് പിടിച്ചത് ആരാ? ഞാനല്ലേ. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് പറയണം. നീ എന്തിനാ നീ വീഡിയോയിൽ കൂടെ പറയുന്നത്? കൈ കിട്ടിയതാ പറഞ്ഞത്. കൈ കിട്ടാത്ത എന്തോരം ഞങ്ങളെ പറഞ്ഞിരിക്കുന്നു, എന്നെ പറഞ്ഞിരിക്കുന്നു. വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. എന്താ ഒരു സൗണ്ടിനൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ? എന്താണ് സൗണ്ടൊക്കെ ഇങ്ങോട്ട് ഡള്ളായി പോകുന്നത്? ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇപ്പം എന്താ ഷഫീനത്തയുടെ കയ്യിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത്ത സംസാരിക്കുന്നത് തെളിവോട് കൂടിയിട്ടായിരിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റൂല. അവർ ഈ ചാത്ര തന്നെ ഈ പറഞ്ഞ ഇത്രയും വ്യക്തികൾ എന്തുമാത്രം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രേണുസുതി ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ അതിനെ അവർക്ക് പ്രതികൂലമായിട്ട് വിട്ടിട്ടപ്പോൾ ഞങ്ങൾ രണ്ട് തന്തയ്ക്ക് ഉണ്ടായവരായി, ഡബിൾ സ്റ്റാൻഡായി. അപ്പൊ നിങ്ങളൊക്കെയോ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ കിച്ചുവിനെ വീഡിയോ എടുത്ത് അവൻ ഡ്രഗ്സിന് അഡിക്റ്റാണ്, മറ്റേതാണ് മറിച്ചാൻ പറഞ്ഞ അവനെ മോശമാക്കി അത്രയും ഇത് എല്ലാവരും ചെയ്തു. അങ്ങനെ ചേർത്ത് പിടിച്ച് ഇപ്പോഴും അവനെ ചേർത്ത് പിടിക്കുന്നത് ഇഷ്ട മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇല്ലേ, എല്ലാവരെയും കൂടെ പറഞ്ഞത്. അന്നേരം പിന്നെ ഒരാളെ പേര് മാത്രമാണെങ്കിൽ പേരെടുത്ത് പറയുമല്ലോ. എല്ലാവരെയും കൂടെ പറഞ്ഞ കാര്യം തന്നെ അവസാനം വരെ കാണുമോ? ആരും കാണത്തില്ല. ഇതിന്റെ തെളിവും ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ട കണക്കുള്ള കാര്യങ്ങളാണ് നിങ്ങളെല്ലാം വെച്ച് വിളമ്പുന്നത്. ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ഞങ്ങളെ കൺമുമ്പിൽ വരുന്ന വീഡിയോകളെ മാത്രം എടുത്ത് മെൻഷൻ ചെയ്താണ് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഒരു പേഴ്സണലി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അയാൾ അങ്ങനെ അറ്റം ചീത്ത പറഞ്ഞ് അപരാധത്തരം പറഞ്ഞ് ഒരു വീഡിയോയിലും ഞങ്ങളതില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഇത് ഭീഷണിപ്പെടുത്തും പബ്ലിഷ് ചെയ്യുമെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലാണ് വന്നിരുന്നെങ്കിൽ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഇത് 10, 15, 20 കണ്ടന്റ് ആക്കിയതിന് ഞങ്ങളത് ചെയ്തില്ല. ഞാനത് ചെയ്തില്ല. എനിക്ക് ചെയ്യണമെന്ന് താല്പര്യവും ഇല്ല. വിളിക്കണം. വിളിച്ചു കഴിയുമ്പോഴാണ് നമുക്കുള്ള പറയാനുള്ളത് കൂടി പറയാൻ പറ്റത്തുള്ളൂ. എടി മൈരെ നീ എന്തെങ്കിലും പറയുമ്പോ നീ എന്തോ എന്നെ ഉണ്ടാക്കാൻ വരുന്ന എന്തിനടി മൈരെ? എടി റാസ്കരെ തൊട്ടീച്ചടിച്ച് വ്യഭിചാരിച്ച് കൂട്ടിക്കൊടുക്കുവാരി അങ്ങ് അവരാധിച്ച് നടന്ന പന്ന റാസ്കര്. നീ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നിങ്ങളുടെ മൈരെ. ഞാൻ എന്റെ പാടം നോക്കി മര്യാദയ്ക്ക് ഞാൻ അടങ്ങി എന്റെ കാര്യം നോക്കി ഞാൻ പോണത്. നീ ഇടുന്ന വീടേക്കത്തെല്ലാം പുണ്ണാന്ന് പറഞ്ഞോണ്ട് എന്നെ നീ പറയുന്നുണ്ട് മൈരെ. എന്ത് നല്ല സംസ്കാരം ചേച്ചിയുടെ. എന്ത് നല്ല വാക്കുകളാണ് വരുന്നത്. എന്ത് നല്ല വാക്കുകളാണ്, എന്ത് നല്ല സംസ്കാരം. ഇതൊക്കെയല്ലേ ഇവരുടെ കുട്ടികൾ കേൾക്കുന്നത്, കുട്ടികൾ കാണുന്നത്. അവള് ഒരു കടപ്പുറത്ത് ഇങ്ങനെ ഇത് സ്വിമ്മിങ് സൂട്ട് കണക്കത്തെ ഒരു സാമാനം എടുത്തിട്ടിട്ട് അതിന്റെ അടിയിൽ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞോണ്ടുള്ള സാമാനങ്ങളെല്ലാം ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ലെന്നാ. നീ എന്നെ ഊമ്പാൻ വരുന്ന എന്തിനും മൈര് ഇങ്ങനെ കാലിടെ വന്ന് കിടക്കുന്നടി. ഞാൻ എന്താ നമ്മള് വേണ്ട പറഞ്ഞ് വിട്ട് നമ്മുടെ കാര്യം നോക്കി നമ്മള് പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവള് വിളിക്കത്തല്ല അവളെ മറ്റേ നീ ചെയ്യുന്ന തൊഴിൽ നിനക്ക് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. നീ നിന്റെ ഉമ്മായി ചെയ്യുന്ന തൊഴിൽ നിനക്ക് പറഞ്ഞ് കേൾക്കിയാലേ പറ്റത്തുള്ളൂ മൈര്. അടങ്ങി. എന്തൊരു നല്ലൊരു സംസ്കാരമാണ് എൻ്റെ ദൈവമേ. ഇത്രയ്ക്ക് സംസ്കാരമുള്ളവളായിരുന്നു ഇവള് പറയുന്നുണ്ട്. ഇവളെന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇവള് എല്ലാവരെക്കുറിച്ചും അറിഞ്ഞിട്ടും കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കി ചെക്ക് ചെയ്ത് 2-3 ദിവസം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഇവളൊരു വീഡിയോ ചെയ്യുന്നതെന്ന്. ഇവളെല്ലാവരെ കുറിച്ച് അങ്ങനെയാണോ ചെയ്യുന്നത്?
ഇവളുടെ തനി സ്വഭാവം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇത് ആരും ഡബ് ചെയ്തതൊന്നുമല്ല, പുള്ളിക്കാരിയുടെ തൊണ്ടയിൽ നിന്ന് വന്ന അതേ മാന്യമായ വാക്കുകൾ. എന്താണ് വീഡിയോയുടെ മുന്നിൽ വന്ന് വലിയ പുണ്യാളത്തിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇമാതിരിയുള്ള വാക്കുകളൊക്കെയാണ് ഉള്ളത്. ദുഷിച്ച വാക്കുകളൊക്കെയാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരിയുടെ ദുഷിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് സ്വഭാവം. ഇമാതിരിയുള്ള കൂട്ടുകെട്ടാണ് രേണുവിനുള്ളത്. എന്തായാലും രേണുവിനെ പറഞ്ഞാൽ മതിയല്ലോ, ഇമാതിരിയുള്ള കൂട്ടുകെട്ടുകൾ. നേരത്തെ ഒരെണ്ണം വന്നു, ആര്? നമ്മുടെ സ്വന്തം കരീഷ്മയുടെ ചരിത്രം. ഇപ്പോൾ ദാ മറ്റൊരു ചങ്ക്. ഇങ്ങനെയുള്ള ചങ്കുകളാണ് രേണുവിനുള്ളത്. അതൊക്കെ ഇത് തന്നെയാണ് രേണുവിൻ്റെ ഏറ്റവും വലിയ ശാപവും. രേണുവിന് എന്തുകൊണ്ട് ഇത്ര നെഗറ്റീവ് ആകും? പലരും ചോദിക്കുന്നുണ്ട്, രേണു എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് ആരും ചിലവിന് കൊടുക്കുന്നില്ലല്ലോ എന്ന്. ഇല്ല, ജീവിച്ചോ, എങ്ങനെയും ജീവിക്കാന്നല്ല, ഓക്കെ ജീവിച്ചോ. പക്ഷേ ഉണ്ടല്ലോ, ഇതേപോലുള്ള തൊട്ടി സ്വഭാവമുള്ള സുഹൃത്തുക്കളും ചുറ്റുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഇതേപോലെയുള്ള ഓരോ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിലും പിന്നിലും ഒക്കെ വന്നിരുന്ന് കാണിക്കുമ്പോൾ അത് രേണുവിനെ നല്ല രീതിയിൽ എഫക്റ്റ് ആവും. പിന്നെ രേണു കാണിക്കുന്ന അത്തരത്തിലൊക്കെ തന്നെയാണ്. ഏതാണ് ഈ സർക്കിൾ നിങ്ങൾക്കൊക്കെ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയുടെ പിന്നിലിരുന്ന് ചെയ്തൂടെ? ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പാടായി നിങ്ങളുടെ ജീവിതമായി നിങ്ങൾ എന്താ ചെയ്തോന്നേ. എൻ്റെ സഹോദരി എന്നോട് കുറപ്പിച്ചു, നിൻ്റെ സിസ്റ്ററൊന്നും അല്ലല്ലോ രേണു, നിൻ്റെ സിസ്റ്ററൊന്നും അല്ലല്ലോ അവൾ, പിന്നെന്താ അവൾ എങ്ങനെ പോയത്, നിനക്കെന്താ? ഇല്ലെന്ന്, എൻ്റെ സിസ്റ്റർ എൻ്റെ കുടുംബത്തിലുള്ളവരാണ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇമാതിരി മിണ്ടാണ്ടിരിക്കില്ല. ഇതേപോലെയുള്ള സ്വഭാവം കാണിക്കുന്നത് ബാക്കിൽ നിന്ന് കാണിക്കണം. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി തൊട്ടി സ്വഭാവം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും റിയാക്ട് ചെയ്യും. പിന്നെ ഈ സ്ത്രീയിൽ ഇപ്പോൾ സൗണ്ട് കേട്ടില്ലേ, നല്ല നല്ല വാക്കുകൾ പറഞ്ഞ ആ സ്ത്രീയില്ലേ, ആ സ്ത്രീയുടെ പേഴ്സണലി എനിക്ക് ആ വ്യക്തിയെ അറിയില്ല. അതുകൊണ്ട് തന്നെ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് പറയാനുള്ള വോയിസും എനിക്കില്ല, കാരണം എനിക്ക് അവരെ അറിയില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തു വന്നപ്പോൾ, അവരുടെ നാവ് കൊണ്ട് തന്നെ പുറത്തു വന്നപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി. അങ്ങനെ ഇട്ടൊരു വീഡിയോ കേട്ടോ. അല്ലാതെ ഇത് അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പേഴ്സണലി ഒരു താല്പര്യവും ഇല്ല, കാരണം അവരുടെ നാവിൽ നിന്ന് എന്താ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് താഴ്ന്ന് പോകാനും പറ്റത്തില്ല. അവർ അത്രത്തോളം താന്ന് പോകും. എന്ത് വേണമെങ്കിലും അവർ പറയും. കാരണം ഇപ്പോൾ വോയിസുകൾ കേട്ടില്ലേ, എന്ത് വേണമെങ്കിലും അവർ പറയും. അത്രത്തോളം താന്ന് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ പോലും നമ്മൾ അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ നല്ലത്. പക്ഷേ അവരുടെ തനി സ്വഭാവം എനിക്കൊന്ന് ഈ വോയിസിലൂടെ എൻ്റെ ചാനലിൽ ഇടണം തോന്നി, അങ്ങനെ ഇട്ട വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോയാലോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ്. പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയോ? അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ. ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൈൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ ഒക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു.
ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതൊരു വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റാണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്രം നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് കണ്ടോ. ഇത് അട്രാക്ഷനാണ്. ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്നും പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. മനഃശാന്തി നൽകുന്നു. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു, അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു, പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. ഈ സ്റ്റോൺ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും